അപ്പുറമായിട്ടാണ് എൻ്റെ ദേവാലയത്തിലും ഉണ്ടായിരുന്ന പതിവ് മുടക്കാതെ ദേവാലയത്തിൽ വന്ന് ഒരു ഞാൻ ചെന്ന് കഴിഞ്ഞ 2-3 മാസത്തിനുള്ളിൽ പിന്നീട് അവരെ കാണാതെയായി, ക്യാൻസറായി, പിന്നീട് നല്ല ആരോഗ്യമുള്ള സ്ത്രീയായിരുന്നു, പിന്നീട് മെലിഞ്ഞ് ഒരു അസ്ഥികൂടം പോലെയായി. അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഒരിക്കലും അവര് ഒരു കുറ്റവും പറയുന്നതായിട്ട് കേട്ടിട്ടില്ല. എപ്പോഴും കൈകൂട്ടി ഇങ്ങനെ സ്തുതിയായിരിക്കട്ടെ എന്ന് പറയും, പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതത്തെ നേരിട്ടവർ. അന്നേരം അവരെ കാണുമ്പോൾ ജീവിതത്തില് അവർക്കൊരു പ്രത്യേകമായ ബലമുണ്ടായതായിട്ട് അനുഭവപ്പെടാം. അങ്ങനെയുള്ള മനുഷ്യരെ ഒത്തിരി കണ്ടിട്ടുണ്ട്, ചിലവരെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള എന്തെങ്കിലും വന്നു കഴിഞ്ഞാല് ദൈവത്തെയും ചുറ്റുപാട് നിൽക്കുന്നവരെയും എല്ലാം തെറി പറയുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട്. അത് ദൈവത്തെ സ്നേഹിച്ച മനുഷ്യർ മാത്രമായിരിക്കും. എന്നാലും ദൈവം സ്നേഹിച്ച മനുഷ്യരുണ്ട്. എന്തെല്ലാം പീഡകളും എന്തെല്ലാം പ്രയാസമുണ്ടായാലും ഒരു പരാതിയില്ല, അവർക്ക് ഒരാപരാധിയില്ല, ഉണ്ടതിനെല്ലാം സ്നേഹത്തോടെ സഹിക്കുന്ന ഒരു കൃപയും. അതാണ് ദൈവം സ്നേഹിക്കുന്ന മനുഷ്യരുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഇടയിലുമൊക്കെ അങ്ങനെ ഒത്തിരി മനുഷ്യരുണ്ട്. ദൈവം സ്നേഹിക്കുന്ന മനുഷ്യരെ നമുക്ക് പ്രത്യേകമായിട്ട് തിരിച്ചറിയാനായിട്ട് പറ്റുന്നതാണ്. ദൈവം സ്നേഹിക്കുന്ന മനുഷ്യരെ നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട്. ശരിക്കും യാതനകളിലൂടെ അവർ കടന്നു പോയിട്ടുണ്ട്. ശരിക്കും അവർ പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഒത്തിരി കഷ്ടപ്പാടുകളിലൂടെ പോയിട്ടുണ്ട്. പക്ഷേ പ്രതീക്ഷയൊക്കെ ഇന്ന് സുവിശേഷത്തിൽ പറഞ്ഞതുപോലെ നിങ്ങൾ വിലപിക്കും, കരയും, കണ്ണുനീരുണ്ടാകും, അതൊക്കെ സന്തോഷമായിട്ട് മാറും എന്നതാണ്. അത് ദൈവത്തിന്റെ പ്രത്യേകമായ ഒരു ഉറപ്പാണ്, സ്നേഹത്തിന്റെ ഉറപ്പാണ്. നമ്മൾ ആദ്യ വായനയില് പൗലോസ് അപ്പോസ്തലനെ ശക്തിപ്പെടുത്തുന്ന കർത്താവിന്റെ വചനമുണ്ട്. പറയുന്നത് ഭയപ്പെടേണ്ട എന്നാണ്. പൗലോസ്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നതാണ്. പൗലോസിന്റെ മരണത്തെ പറ്റി പറയുന്നത് അദ്ദേഹം ഒരു വാളിനാല് ദൈവത്തിന് വേണ്ടി രക്തസാക്ഷിയായി എന്നതാണ്. മരിക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ പോലും ആ മനുഷ്യൻ പറഞ്ഞതെന്ന് പറയുന്നത്, ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നും ആര് എന്നെ മാറ്റി നിർത്തുമെന്നത്? കഷ്ടതയോ ദുഃഖമോ ദുരിതമോ വാളോ പീഡനമോ ഏതാണ് കർത്താവിന്റെ സ്നേഹത്തിൽ നിന്നും എന്നെ മാറ്റി നിർത്തുന്നത്? ദൈവത്തെ സ്നേഹിച്ചവന്റെയും ദൈവം സ്നേഹിച്ചവന്റെയും പ്രാർത്ഥനയാണ്. നമ്മൾ ദൈവത്തെ സ്നേഹിച്ചു എന്നതുകൊണ്ട് മാത്രമല്ല, ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന് അറിയാനുള്ള വലിയ പ്രാർത്ഥനയാണ് പൗലോസ് അപ്പോസ്തലന്റെ പ്രാർത്ഥന. കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് ഒരു പീഡനത്തിന്, ഒരു യാതനയ്ക്കും എന്നെ മാറ്റി നിർത്തുവാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ വേദനയോ പ്രയാസമോ കഷ്ടപ്പാടോ ഒക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് അറിയുക എന്നതാണ്, ദൈവം നിങ്ങളെ അതിയായിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്നതാണ്. നമ്മളെ അളവില്ലാതെ ദൈവം സ്നേഹിക്കുന്നു എന്നതാണ്. നിങ്ങളുടെ കഷ്ടപ്പാടുകളിൽ, നിങ്ങളുടെ വേദനകളിൽ, നിങ്ങളുടെ ദുഃഖങ്ങളിൽ, നിങ്ങളുടെ കണ്ണുനീരുകളിൽ ദൈവം നിങ്ങളെ അതിയായിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്നതാണ്. അങ്ങനെയുള്ള ഒരു ദൈവമാണ് നമുക്ക് കൂട്ടായിട്ടുള്ളത്. കൊണ്ട് അവിടുന്ന് പറയുന്നത്, ഭയപ്പെടേണ്ട, നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറും, ഞാൻ നിങ്ങളോടുകൂടെ എന്നും ഉണ്ടായിരിക്കും. ഇമ്മാനുവൽ എന്ന് പറയും, ദൈവം നമ്മോടുകൂടെ എന്നുള്ളതാണ്. ദൈവം നമ്മിൽ വസിക്കുന്നു എന്ന്.